പ്രൈം ടുഡേ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തിരൂരിന്റെ പ്രഭയെ കണ്ണഞ്ചിപ്പിക്കും വിധം ഉയർത്താൻ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ലോകോത്തര ബ്രാൻഡായ ജിഫെക്സ് ഇനി തിരൂരിലെ പ്രിയപ്പെട്ടവർക്കായി സിൽവാൻ ലൈറ്റ് ഗാലറി, പോലീസ് ലൈൻ, തിരൂർ. നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വിശദമായ വാർത്തകൾ. പൊട്ടിപ്പൊളിഞ്ഞ് കാൽനടയാത്ര പോലും പ്രയാസമായി താനൂർ സ്കൂൾ പടി കുന്നുംപുറം റോഡ്. പലതവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയുമായില്ല. റോഡിലൂടെയുള്ള യാത്ര പ്രയാസമാണെന്നും ഇതുവഴിയുള്ള ഓട്ടം നിർത്തലാക്കുമെന്നും ഓട്ടോ തൊഴിലാളികൾ. വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ആശ്രയിക്കുന്ന താനൂർ സ്കൂൾ പടി കുന്നുംപുറം റോഡിന്റെ തകർച്ചയ്ക്ക് പരിഹാരം കാണാൻ ഇതുവരെയും ഒരു നടപടിയുമായില്ല. നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും പലതവണ പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടിയായില്ല. റോഡ് പൂർണ്ണമായും തകർന്നിട്ടും അറ്റകുറ്റപ്പണി നടത്താൻ തയ്യാറാവാത്തത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കുന്നത്. തെയ്യാല ഗേറ്റ് അടച്ചതോടെ പല വാഹനങ്ങളും ഈ വഴിയെയാണ് ആശ്രയിക്കുന്നത്. എന്നിട്ടും ഒരു താൽക്കാലിക പരിഹാരം കാണാൻ പോലും ആരും തയ്യാറായില്ല. ഓട്ടോകൾക്ക് പോലും പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. റോഡിലൂടെ പോയാൽ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്ക് വലിയ തുക തന്നെ നൽകേണ്ടി വരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നും അതിനാൽ സർവീസ് നിർത്തിവെക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഓട്ടോ തൊഴിലാളികൾ പറഞ്ഞു. ഒരുപാട് പറഞ്ഞതാണ്, മെമ്പർമാരെടുത്ത് പോയിട്ട് ഞങ്ങൾ ഒരുപാട് സംസാരിച്ച് നോക്കി. പക്ഷേ അവരിരുന്നൊന്നും ഒരു ഇതുമില്ല. ഇപ്പം താനൂർ മുനിസിപ്പാലിറ്റിയിലെ 8ാം ഡിവിഷനിൽ പെട്ട റോഡാണിത്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ മുനിസിപ്പാലിറ്റി പോയിട്ട് പിന്നെ ചെയർമാനും സെക്രട്ടറിയും ഞങ്ങൾ പരാതി കൊടുത്തു നോക്കി. പക്ഷേ എന്നിട്ടും ഇപ്പോൾ ഏകദേശം 2-3 ആഴ്ചയോളായി. എന്നിട്ട് അതിനുള്ളൊരു പരിഹാരം അവർ ചെയ്തു തരുന്നില്ല. നിരവധി പിന്നെ സ്കൂൾ വാഹനങ്ങൾ പോണ റോഡാണ്. ഒന്നാമത് താനൂർ റെയിൽവേ ഗേറ്റ് അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് കൂടുതൽ വാഹനങ്ങൾ പോണ റോഡും കൂടിയാണ് ഈ ഒരു റോഡ്, സ്കൂൾ പടി കുന്നുംപുറം റോഡ്. അപ്പോൾ ഇതിൻ്റെ ശോചനാവസ്ഥ പരിഹരിക്കണം എന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ നിരവധി തവണ ഞങ്ങൾ മെമ്പർമാരെടുത്ത് പോയിട്ട് പരാതി കൊടുത്തിട്ടും അവരൊരു ഇത് ചെയ്തു തരുന്നില്ല. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പരിഹാരം വേണോ എന്നൊന്നും. പിന്നെ ഓട്ടോറിക്ഷ ഇപ്പോൾ ഓടാൻ വയ്യാത്തൊരവസ്ഥയിലാണ്. ഇപ്പോൾ 2 ദിവസം ഇപ്പോൾ ഓട്ടോറിക്ഷ ഈ റോഡിൽ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വർക്ക്ഷോപ്പ് പോയിട്ട് ഇപ്പോൾ അതിനുള്ള പണിയെടുക്കാനുള്ള നേരം തന്നെ ഉള്ളൂ. കിട്ടുന്ന പൈസ ആ വർക്ക്ഷോപ്പ് കൊടുക്കാൻ തന്നെ ഉള്ളൂ. അതിൻ്റെ പേഡ് വാഷർ മാറ്റാനും പിന്നെ അടിച്ചു പോയിട്ടും. ഇപ്പോൾ മിനിയാന്ന് പിന്നെ സ്നേഹിതൻ്റെ 3000 റുപ്യോളൊപ്പം മിനിയാന്ന് സ്നേഹിതൻ പിന്നെ വർക്ക്ഷോപ്പ് കൊണ്ടുപോയി കൊടുത്ത്. പിന്നെ ഇപ്പോൾ കുന്നുംപുറം ഭാഗത്തേക്കുള്ള ജനങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിലുള്ള ഏക ആശ്രയം പിന്നെ സ്കൂൾ പഠിക്കത്തെ ഈ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളികളെ ഓട്ടോറിക്ഷയാണ് ഏക ആശ്രയമുള്ളത്. അപ്പോൾ അതും ഇപ്പോൾ നിൽക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒന്നാമത് ഓടാൻ പറ്റാത്തൊരവസ്ഥയാണ്. നഗരസഭാ ചെയർമാനും മന്ത്രിക്കും നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും പരാതി നൽകിയെങ്കിലും കാര്യമായ ഒരു പുരോഗതിയും ഉണ്ടായില്ല. കുഴിയിൽ വീണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. ഇതിന് സമീപമുള്ള ഒരു തകരാറുമില്ലാത്ത റോഡിന്റെ നവീകരണം നടത്തിയതായും തകർന്ന റോഡിലേക്ക് ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. വെട്ട ന്യൂസ്, താനൂർ. നന്നമ്പ്ര പഞ്ചായത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട സഹോദരികൾക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് വെക്കാൻ അവസരമുണ്ടായിട്ടും ഇടതുപക്ഷ സർക്കാരിനെയും CPM-നെയും കുറ്റപ്പെടുത്തി സമൂഹമാധ്യമങ്ങളിലും മറ്റും വ്യാജ പ്രചരണം നടത്തി UDF മുസ്ലിം ലീഗും നടത്തുന്ന നാണംകെട്ട രാഷ്ട്രീയ നാടകം അവസാനിപ്പിക്കണമെന്ന് CPM നന്നമ്പ്ര ലോക്കൽ കമ്മിറ്റി താനൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് ഭരണസമിതിയുടെ വിവരമില്ലായ്മയാണ് ലീഗ് ലോകത്തോട് വിളിച്ചു പറയുന്നതെന്ന് CPM. കേരളത്തിൽ ലൈഫ് ഭവന പദ്ധതി നല്ല രീതിയിൽ പുരോഗമിക്കുമ്പോൾ പാവങ്ങൾക്ക് തലചായ്ക്കാൻ ലഭിക്കേണ്ട വീട് എന്ന സ്വപ്നം നഷ്ടപ്പെടുത്തുകയാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഭരണം നടത്തുന്ന നന്നമ്പ്ര പഞ്ചായത്ത് ഭരണസമിതി. വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടിട്ടും പഞ്ചായത്ത് ഭരണസമിതി വീട് വെക്കാൻ തയ്യാറാകാത്തത് ആ സഹോദരങ്ങൾ ചെയ്യുന്ന ക്രൂരതയാണെന്നും CPM കുറ്റപ്പെടുത്തി. ഒരു വ്യക്തി അവർക്ക് 3 സെന്റ് ഭൂമി സൗജന്യമായി നൽകേണ്ടായി. ആ സൗജന്യമായി നൽകിയ ഭൂമിയിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം അപേക്ഷിച്ചിട്ടും നന്നമ്പ്ര പഞ്ചായത്ത് പലതവണ അപേക്ഷ നിരസിക്കേണ്ടായി. അതിലവർ പറയുന്നത് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് ലഭിക്കണമെങ്കിൽ വിവാഹം ചെയ്ത ആളുകൾക്ക് മാത്രമേ ലൈഫ് ഭവന പദ്ധതി കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പഞ്ചായത്തിൻ്റെ വിശദീകരണം വന്നത്. ഇത് സംസ്ഥാനത്താകെ 2-3 ദിവസമായി സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെയും ലൈഫ് മിഷൻ പദ്ധതിക്കെതിരെയും CPM-നെതിരെയും വലിയ പ്രചരണമാക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CPM-ന് പറയാനുള്ളത് ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷിച്ച അനാഥരായിട്ടുള്ള കുട്ടികളെ
ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ഒട്ടനവധി മാർഗങ്ങളുണ്ട്. ഒന്ന്, മാനദണ്ഡങ്ങൾക്ക് വിധേയമായി അപേക്ഷ സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിന് അപേക്ഷ സമർപ്പിക്കാം, ജില്ലാ കലക്ടർക്കും അപേക്ഷ സമർപ്പിക്കാം. ഈ 2 എൻക്വയറി കഴിഞ്ഞതിന് ശേഷം അവർ ഉൾപ്പെടുത്തണോ വേണ്ടതെന്ന് തീരുമാനിക്കാം. അങ്ങനെ ഒരു നടപടിക്രമം പോലും പാലിക്കാതെ ലൈഫ് ഭവന പദ്ധതിയിൽ അനാഥരായിട്ടുള്ള കുട്ടികൾക്ക് വീട് ലഭിക്കാത്തതിന് ഉത്തരവാദിത്തം ലക്ഷക്കണക്കിന് വീട് നൽകുന്ന ലൈഫ് മിഷൻ പദ്ധതിയും സംസ്ഥാന ഗവൺമെൻറ്റിനെയും CPM-നെയും കരിവാരി തേച്ച് കാണിക്കാൻ നന്നമ്പ്ര പഞ്ചായത്തും അതേപോലെ തന്നെ UDF-ഉം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്താകെ തന്നെ സോഷ്യൽ മീഡിയയിൽ അതുപോലെ തന്നെ വാർത്താമാധ്യമങ്ങളിലൊക്കെ വന്നപ്പോൾ അതൊരു വിവാദമായപ്പോൾ മന്ത്രിസഭ അല്ലെങ്കിൽ വകുപ്പ് മന്ത്രി ഇടപെട്ടതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഒരു പ്രത്യേക യോഗം ചേരാൻ വേണ്ടിയിട്ട് ഭരണസമിതി പഞ്ചായത്ത് തയ്യാറെടുക്കുന്നത്. ഇതിനു മുന്നേ ഭരണസമിതിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാമായിരുന്നു. അതൊന്നും ചെയ്യാതെ ഇവർ വലിയൊരു വിവാദമാക്കിയതിന് ശേഷം എനിക്ക് സംശയം എന്താ വെച്ചാൽ UDF ഭരിക്കുന്ന പഞ്ചായത്തിൽ ലൈഫ് മിഷനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഗൂഢാലോചന നടന്നതായിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വാർത്താ സമ്മേളനത്തിൽ CPM ഏരിയ കമ്മിറ്റി അംഗം M. അനിൽകുമാർ, നന്നമ്പ്ര ലോക്കൽ സെക്രട്ടറി K. ഗോപാലൻ, പഞ്ചായത്ത് മെമ്പർ PP ഷാഹുൽ ഹമീദ്, K. ബാലൻ എന്നിവർ സംബന്ധിച്ചു. വെട്ടൻ ന്യൂസ്, താനൂർ. താനൂർ ചാഞ്ചേരിപ്പറമ്പ് ഡ്രെയിനേജ് നിർമ്മാണത്തിനെടുത്ത മണൽ മറ്റൊരിടത്തേക്ക് മാറ്റിയതായി പരാതി. വാർഡ് കൗൺസിലറും കരാറുകാരും ചേർന്നുള്ള ഒത്തുകളിയാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം. മണൽ യഥാസ്ഥാനത്തേക്ക് തിരിച്ചെത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായി നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ പറഞ്ഞു. താനൂർ നഗരസഭയിലെ കുണ്ടിൽ പീടിക ചാഞ്ചേരിപ്പറമ്പ് റോഡ് നവീകരണത്തിന്റെ മുന്നോടിയായുള്ള ഡ്രൈനേജ് നിർമ്മാണത്തെ ചൊല്ലിയാണ് പരാതി ഉയർന്നത്. ഡ്രൈനേജിനായി കുഴിച്ച മണ്ണ് മറ്റൊരിടത്തേക്ക് മാറ്റിയതായാണ് പരാതിയുള്ളത്. ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. ഹാർബർ ഫണ്ട് 82 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഡ്രൈനേജ് നിർമ്മിച്ച് റോഡ് നവീകരിക്കുന്നത്. നഗരസഭ അറിയാതെയാണ് മണ്ണ് മറ്റൊരിടത്തേക്ക് മാറ്റിയതെന്നും ഇതിന് പിന്നിൽ അഴിമതിയുണ്ടെന്നുമാണ് ആരോപണം. താനൂർ നഗരസഭയുടെ അധീനതയിലുള്ള ഒരു റോഡാണത്. അപ്പോൾ ഇവിടുന്ന് കുഴിച്ചെടുക്കുന്ന മണ്ണുകൾ അത്രയും താനൂർ നഗരസഭയുടെ സ്വത്താണ്. ആ സ്വത്ത് ക്രയവിക്രയം ചെയ്യുമ്പം അതിൻ്റെ നിയമ നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാതെയാണ് ഇവിടുന്ന് അത് കടത്തിക്കൊണ്ടുപോയിട്ടുള്ളത്. ഇവിടെ പ്രവൃത്തി നടത്തുന്ന കരാറുകാരനും വാർഡിലെ കൗൺസിലർമാരും അറിയാതെ അതൊരിക്കലും സംഭവിക്കില്ല. ഇത് അവർ രണ്ടുപേരും തമ്മിൽ കൂടിയുള്ള ഒത്തുകളിയാണെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്. സംശയിക്കേണ്ടത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താനൂർ നഗരസഭയ്ക്ക് കിട്ടേണ്ട ലേലവിഹിതമായിട്ട് കിട്ടേണ്ട മണലുകളാണ് ഇവിടുന്ന് കടത്തപ്പെട്ടിട്ടുള്ളത്. ആയതിനാൽ ഈ വസ്തുത, ഈ പ്രവർത്തനം നടത്തിയ ഈ അഴിമതി, ഈ മണൽ കടത്തും അന്വേഷിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് ഈ കുറ്റക്കാരായവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ എടുക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇത് മുനിസിപ്പാലിറ്റീൻ്റെ സ്വത്താവുന്നതുകൊണ്ട് ഈ ഭാഗത്ത് തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മണ്ണാണ്. അതുകൊണ്ട് ആ മണ്ണ് തിരിച്ചു കൊണ്ടുപോയിട്ടിട്ട് അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് അതൊരു അസറ്റായിട്ട് മാറ്റാൻ ഉള്ള നടപടിയാണ് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. അതിന് ഇവിടുത്തെ നാട്ടുകാരെന്ന നിലക്ക് ഇതിൻ്റെ ബാക്കിൽ എന്താണ് ഗൂഢ ലക്ഷ്യങ്ങളുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടത് ഒരു അധികാരികളുടെ ഉത്തരവാദിത്തമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ അത്തരം ആരോപണങ്ങൾ തീർത്തും തെറ്റാണെന്നും കഴിഞ്ഞ 10 വർഷമായി വാർഡിൽ നടക്കാതിരുന്ന വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിലെ ജാള്യതയാണ് ആരോപണങ്ങൾക്ക് പിന്നിലെന്നും വാർഡ് കൗൺസിലർ PT അക്ബർ പറഞ്ഞു. നഗരസഭ ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എവിടേക്കാണ് മണ്ണ് കൊണ്ടുപോയിട്ടുള്ളത്, ആരാണ് മണ്ണ് കൊണ്ടുപോയിട്ടുള്ളത്, ഇതിൽ വല്ല അലിഗേഷൻ ഉണ്ടായിട്ടുണ്ടോ, ഇതിൽ വല്ല അഴിമതി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കേണ്ട ചുമതല നഗരസഭയ്ക്കുണ്ട്, ഹാർബർ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഇതെവിടേക്കാണ് മണ്ണ് കൊണ്ടുപോയി എന്ന് തിരിച്ചറിയാൻ കഴിയും. ഇത് എന്താ കാരണമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇതിൻ്റെ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് സത്യത്തിൽ ഇതിൻ്റെ ഒരു ജാള്യത ഇപ്പോൾ ഞങ്ങൾ കാലഘട്ടത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ജയിച്ചു വന്ന ഉടനെ തന്നെ നമ്മൾ ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മുൻകൈയെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അത് കണ്ടു നിൽക്കാനുള്ള അസഹിഷ്ണുതയാണ് ഇതിൻ്റെ പിറകിൽ ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചതെന്നും നഗരസഭയുടെ അധീനതയിലുള്ള സ്ഥലത്തു നിന്നെടുത്ത മണൽ യഥാസ്ഥാനത്ത് തന്നെ എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായി ചെയർമാൻ PP ഷംസുദ്ദീൻ പറഞ്ഞു. ഇന്നലെ അവിടെ നിന്നും പൊതുജനങ്ങൾ പരാതിയുമായി വന്നപ്പോൾ എത്രയും പെട്ടെന്ന് നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ അറിയിക്കുകയും അവർ ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയിട്ടുള്ള മണൽ
മുഴുവനും യഥാസ്ഥലത്ത് തന്നെ കൊണ്ടുപോയി നിക്ഷേപിക്കാനുള്ള നിർദ്ദേശം ഇന്നലെ തന്നെ നൽകിക്കഴിഞ്ഞു. ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റിന് ആണ് അതിന് ഉത്തരം പറയേണ്ടത്. അതിൻ്റെ കോൺട്രാക്ടർ അതിന് ഉത്തരം പറയേണ്ടതുണ്ട്. അല്ലാതെ കാര്യങ്ങൾ അറിയാതെ കാടടച്ച് വെടിവെക്കുന്ന രീതി ശരിയല്ല എന്നാണ് ബന്ധപ്പെട്ട കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകളോട് പറയാനുള്ളത്. നാട്ടിൽ ഒരു അഴിമതി നടക്കുന്നു അല്ലെങ്കിൽ ഒരു അന്യായം നടക്കുന്നു എന്ന് പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അതിന് നടപടിയെടുക്കേണ്ടത് നഗരസഭയുടെ ബാധ്യതയാണ്. നഗരസഭ അതിന് നടപടിയെടുക്കുന്നു. അതിന് മെമ്പർക്ക് പ്രയാസം ഉണ്ടാവേണ്ട കാര്യമോ മെമ്പർ മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ. മെമ്പർ മറുപടി പറയേണ്ടത് എന്താ? മെമ്പർ നഗരസഭയുടെ കൗൺസിലറാണ്. നഗരസഭയ്ക്ക് ആസ്തി ഉണ്ടാക്കുന്നതിന് പണിയെടുക്കേണ്ട ആളാണ് കൗൺസിലർ. അതല്ലാതെ അവിടെ ഒരു അഴിമതി ആരോപണം അല്ലെങ്കിൽ അവിടെ നിന്ന് സാധനം കടത്തിക്കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അത് കണ്ടെത്തി തിരിച്ചു പിടിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആൾ തന്നെ അതിനെ ന്യായീകരിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നുള്ളത് വളരെ വേദനാജനകമാണ്. ഏതായാലും നഗരസഭ അതിന് തയ്യാറല്ല. അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള മണൽ അവിടെ തന്നെ തിരിച്ചു തട്ടിക്കുന്നതിനുള്ള നടപടികൾ ഇന്നലെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ മുഴുവൻ എത്ര അളവിലാണ് അവർ കൊണ്ടുപോയിട്ടുള്ള മുഴുവൻ അളവിലെയും സാധനം അവിടെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നിർമ്മാണ സ്ഥലത്ത് തന്നെ മണ്ണ് കൂട്ടിയിടുന്നത് അപകടങ്ങൾക്കും ഗതാഗത തടസ്സത്തിനും ഇടയാക്കുമെന്നതിനാൽ സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് മാറ്റുകയാണ് ചെയ്തതെന്നും നഗരസഭ സ്ഥലം കാണിച്ചു തന്നാൽ മണ്ണ് അങ്ങോട്ട് മാറ്റാവുന്നതാണെന്നും ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം അറിയിച്ചു. വെട്ടം ന്യൂസ്, താനൂർ. ഈസ്റ്റ് അരിക്കാഞ്ചിറയിലെ കുരുടംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ കലങ്കരി താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി. ശമന്ത്കുമാർ പാർട്ടിയുടെ തായമ്പകയും തിരൂർദാസിന്റെ നേതൃത്വത്തിൽ കുരുടംപറമ്പ് ഹരിനാമ കീർത്തന സംഘത്തിന്റെ സഹസ്രനാമവും അനുബന്ധമായി നടന്നു. ജനകീയ കൂട്ടായ്മയുടെയും മതസൗഹാർദ്ദം കൊണ്ടും മാതൃകയായ ഈസ്റ്റ് അരിക്കാഞ്ചിറയിലെ കുരുടൻപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ കലങ്കരി താലപ്പൊലി മഹോത്സവത്തിന് നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഗണപതി ഹോമം, സഹസ്രനാമം, ഉഷപൂജ, ചെണ്ടമേളം, അന്നദാനം, ഗുരുതിപൂജ, പാതിരാതാലം എന്നിവ അനുബന്ധമായി നടന്നു. പ്രദേശത്തു നിന്നും പരിസരങ്ങളിൽ നിന്നുമായുള്ള കൊടിക്കൂറ വരവുകളും ഉത്സവത്തിന് മാറ്റുകൂട്ടി. പച്ചാട്രി ശിവക്ഷേത്രത്തിൽ നിന്നുള്ള എഴുന്നള്ളത്ത് വൈകിട്ടോടെ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. രാത്രി 8 മണിയോടെ ശമന്ത്കുമാർ ആൻഡ് പാർട്ടിയുടെ തായമ്പകയും അരങ്ങേറി.
ശനിയാഴ്ച പുലർച്ചെയുള്ള പാതിരാത്താലവും തുടർന്ന് നടന്ന ഗുരുതിതർപ്പണത്തോടെയുമാണ് ഉത്സവത്തിന് കൊടിയിറങ്ങിയത്. വെട്ടം ന്യൂസ്, പറവണ്ണ. ഇതോടെ പ്രൈം ടുഡേ പൂർണ്ണമാവുന്നു. നമസ്കാരം. പ്രൈം ടുഡേ നിങ്ങൾക്കായി സമർപ്പിച്ചത് തിരൂരിന്റെ പ്രഭയെ കണ്ണഞ്ചിപ്പിക്കും വിധം ഉയർത്താൻ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ലോകോത്തര ബ്രാൻഡായ ജിഫെക്സ് ഇനി തിരൂരിലെ പ്രിയപ്പെട്ടവർക്കായി. സിൽവാൻ ലൈറ്റ് ഗാലറി, പോലീസ് ലൈൻ, തിരൂർ. വീടെന്ന സ്വപ്നത്തിന് വെളിച്ചമേകാൻ 18 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യത്തോടെ 10 ലക്ഷത്തിന് മുകളിൽ സംതൃപ്തരായ ഉപഭോക്താക്കളെ സൃഷ്ടിച്ച് ബിൽഡിംഗ് മെറ്റീരിയൽ രംഗത്തെ കരുത്തരായ സിൽവാൻ ബിസിനസ് ഗ്രൂപ്പിന്റെ സ്പർശനം. തിരൂരിന്റെ പ്രഭയെ കണ്ണഞ്ചിപ്പിക്കും വിധം ഉയർത്താൻ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ലോകോത്തര ബ്രാൻഡായ ജിഫെക്സ് ഇനി തിരൂരിലെ പ്രിയപ്പെട്ടവർക്കായി. കേരളത്തിലെ ഏറ്റവും പുതിയ കളക്ഷനുമായി വിപുലീകരിച്ച മൾട്ടി ലെവൽ ഷോറൂം ഇനി തിരൂരിന് സ്വന്തം. സിൽവാൻ ലൈറ്റ് ഗാലറി, പോലീസ് ലൈൻ, തിരൂർ. കോൺടാക്ട് 8129653444 9567303444.